ഈ തെളിഞ്ഞ മുഖത്തോടെ വളരെ പ്രസന്നവദനായി ചിലരെ കാണുന്നത് ചില സന്ദർഭങ്ങളിലാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ ശവപ്പെട്ടി വിൽക്കുന്ന ആളിന് ഭയങ്കര സന്തോഷം വരുന്നത് എല്ലാവർക്കും ദുഃഖം വരുമ്പോഴാണ്. കാരണം ഒരുപാട് പെട്ടികൾ വിറ്റുപോകുന്ന കച്ചവടം നടക്കുന്നത് അപ്പോഴാണ്. ഞാനിത് പറഞ്ഞത് വേറൊരാളിനെക്കുറിച്ചാണ്. നമ്മുടെ സാക്ഷാൽ ശ്വാസം മോഹൻദാസ് ഞാനൊരു വീഡിയോ കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എത്ര ചുണയനായിട്ട്, എത്ര സന്തോഷവാനായി പുള്ളി ആഹ്ലാദപൂർവ്വം സംസാരിക്കുന്ന നിമിഷങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഞരങ്ങിയും മൂളിയും വിമ്മിഷ്ടപ്പെട്ടും ഒക്കെ സംസാരിക്കുന്നത് ഈ ആൾ തന്നെയാണോ എന്ന് തോന്നിപ്പോയി. നമ്മൾ ഈ ഇറച്ചിക്കഷ്ണം പട്ടികൾക്ക് അല്ലെങ്കിൽ ചില മൃഗങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അത് വലിച്ചെടുക്കുന്ന ഒരു ഭാവത്തിലാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചത്. ഇതൊന്ന് കേൾക്കണം. ഇതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കാനുള്ളതാണ്. കേട്ടോളൂ. പിടിച്ചത് മുഴുവൻ മുസ്ലിങ്ങളെ, അത് തന്നെ ഡോക്ടർമാരെ, മുസ്ലിം ഡോക്ടർമാരെ ആളുകൾക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് സംശയിക്കേണ്ട, ഉറപ്പ് തന്നു നേരത്തെ സംശയിക്കാതിരിക്കുന്നില്ല. വലിയ ഖ്യാതി നേടിയ എഴുത്തുകാരനാണ് രാഹുൽ പണ്ഡിത. അങ്ങേരുടെ ട്വീറ്റിൽ പറയുന്നത്, കാശ്മീരിലെ മുസ്ലിം ഡോക്ടർമാർ ഇന്ത്യയിൽ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് എന്റെ വേദന. അവരുടെ സ്ഥിതി എന്താവാൻ, എന്തായാലും എന്താ. പലരും ഇങ്ങനെ പറയുമല്ലോ, മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചാക്ഷേപിക്കും നിന്നു കൊടുക്കുന്നത് നിങ്ങള് ഈ ഭീകരപ്രവർത്തനത്തെ തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ലാത്ത CAA-ക്കെതിരെ നിങ്ങൾ വലിയ മോഹൻദാസെ, വിമ്മിഷ്ടദാസെ, മുസ്ലിം സമുദായം തള്ളുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ പിടിച്ചാൽ ഉടനെ മുസ്ലിം സമുദായം അത് തള്ളിക്കളയാത്തത് എന്താണ്, അത് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, സമൂഹത്തിലെ ഭീകരപ്രവർത്തനം നടത്തുന്നവരെ ഉണ്ടാക്കുന്ന ജോലി മുസ്ലിം സമുദായത്തിനല്ല. അങ്ങനെ മുസ്ലിം സമുദായം തള്ളിപ്പറയണമെങ്കിൽ എല്ലാവരും അതുപോലെ സാമുദായിക അടിസ്ഥാനത്തിൽ തള്ളി പറയണ്ടേ മോഹൻദാസെ? ഇന്നൊരു വാർത്ത കണ്ടോ മോഹൻദാസ്? ആ വാർത്ത മോഹൻദാസ് കണ്ടിട്ടുണ്ടാവില്ല. പണിക്കർ അപ്പോഴേ ഉറങ്ങിയും കാണും. ആ വാർത്ത വേറൊന്നുമല്ല, ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായകരമാവുന്ന പ്രവൃത്തിക്കാണ് ചാരപ്രവൃത്തി എന്ന് പറയുന്നത്. അല്ലാതെ അടുപ്പിൽ തീയിടുന്ന ചാരം വാരിക്കൊണ്ട് കളയുന്നതല്ല ചാരപ്രവൃത്തി. ഈ ചാരപ്രവൃത്തിക്ക് ഇന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനാണ് അറസ്റ്റ് ചെയ്തത്. ഉടുപ്പിയിലെ കപ്പൽശാലയിലെ 2 ജീവനക്കാരായ രോഹിത് സാന്ദ്രി എന്നിവരാണ് പിടിയിലായത്. സുഷമ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി കൊച്ചിൻ ഷിപ്പ്യാർഡ് മാൽപ്പേ യൂണിറ്റിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന പ്രതികളെ കർണാടക പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചാരപ്രവൃത്തി ചെയ്തതിന്. ആ ചാരപ്രവൃത്തി ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ ഭീകരാക്രമണത്തിന് സമമല്ലേ? ഒരു രാജ്യത്തെ ഒറ്റ കൊടുക്കുകയല്ലേ? എന്നിട്ട് മോഹൻദാസ് ശ്വാസം ഇല്ലെങ്കിലും ഉള്ള ശ്വാസം വെച്ച് എന്നൊന്ന് തള്ളാഞ്ഞ എന്താ? തള്ളി പറയുന്നോ? എന്താ തള്ളണ്ടാത്ത? അങ്ങനെ തള്ളണ്ടെങ്കിൽ പിന്നെ മുസ്ലിം പേരുള്ള ആരെയെങ്കിലും ഭീകരപ്രവർത്തനത്തിന് പിടിച്ചാൽ മുസ്ലിം സമുദായം എന്തിനാണ് തള്ളുന്നത്? ഇതിനു മുമ്പ് മായ കുട്നാണി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അവളെ പിടിച്ചല്ലോ 10-69 പേരെ കൊന്നതിന്. എന്നിട്ട് അവളുടെ സമുദായം, ഗുജറാത്തികളായ അവളുടെ സമുദായം ആരെങ്കിലും തള്ളിയോ? തള്ളിയതിൻ്റെ തുണ്ടു വല്ലതും കയ്യിലുണ്ടോ? വെറുതെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നിരുന്ന് അങ്ങ് തള്ളല. എന്താണ് തള്ളിപ്പണയാത്തത്? എന്താണ് തള്ളിപ്പണയാത്തത്? ഇതാണ് ചോദ്യം. അതുപോലെ തന്നെ മോഹൻദാസ് കണ്ടായിരുന്ന ഈ വാർത്ത, 28 വർഷം ഒരു മനുഷ്യനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചു. എത്ര വർഷമാണ്? 28 വർഷം. അന്ന് അയാൾ പിടിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാവോ? അയാൾ ഭയങ്കര ഭീകരവാദിയാണ്, അയാൾക്ക് പാകിസ്ഥാൻ പരിശീലനം കൊടുത്തതാണ്, അയാൾ അൽ ഖ്വയ്ദയാണ്, അൽ ഉണ്ടയാണ്, അൽ കൊഴക്കൊട്ടയാണ് എന്നൊക്കെ ഒരുപാട് വായി നോക്കികളും മാധ്യമപ്രവർത്തകരും ഇതുപോലെ ഊരിയിട്ടതാ. 28 വർഷം കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട ഈ 28 വർഷത്തിന് ആര് പരിഹാരം കാണും? മോഹൻദാസെ. അന്ന് 28 വർഷം മുമ്പ് മോഹൻദാസിൻ്റെ ശരീരമൊക്കെ ഇതുപോലെ ഇരുന്നതാണോ? ആ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴല്ലേ 2 പേര് പിടിച്ചുകൊണ്ട് വന്ന് കസേരയിൽ ഇരുത്തുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരുത്തൻ ജയിലിൽ കിടക്കുക. അതിനാര് മാപ്പ് പറയണം മോഹൻദാസെ? അതിനാര് മാപ്പ് പറയണം? ഇന്ന് കണ്ടില്ലേ, ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി മെഡിക്കൽ കോളേജിൽ സ്വാഭാവികമായി അവിടെ മെറിറ്റിൽ കയറിയ കുട്ടികളുടെ എണ്ണം 58 പേര് മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുത്വ ഭീകരരുടെ നേതൃത്വത്തിൽ അവിടെ ധർണയും പ്രതിഷേധവും അടിച്ചു തകർക്കലും നടന്നു. അതിനാര് മാപ്പ് പറയണം മോഹൻദാസെ? അങ്ങനെ കുട്ടികൾ പഠിക്കാൻ കയറുമ്പം മുതൽ അവരുടെ മനസ്സിൽ വൈരാഗ്യവും വിദ്വേഷവും തീവ്രവാദ ചിന്തയും വളർത്തുന്നത് സമുദായമാണോ? ഇത്തരം ഈ ഭീകരവാദികളാണോ? ഇത്തരം ഹിന്ദുത്വ ഭീകരവാദികളാണോ?
അതിനെന്താ ആര് മാപ്പ് പറയും മോഹൻദാസേ? അതാര് തള്ളും? നിങ്ങൾ തള്ളിയോ? അങ്ങനെ തള്ളാനാണെങ്കിൽ നിങ്ങൾക്ക് നേരം വെളുത്ത് രാത്രി വരെ തള്ളാനേ നേരം കാണുകയുള്ളൂ. അതിനൊന്നും ആരും തള്ളണ്ട. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്തു. ഒരു 5-6 വർഷത്തിനിടയിൽ ഒരു 10-25 പേരെ പിടിച്ചതിൽ 1-2 പേരുകളാണ് ഇപ്പം മോഹൻദാസ് പറഞ്ഞ തള്ളിപ്പറയേണ്ടവരുടെ കൂട്ടത്തിലുള്ളത്. ബാക്കി എല്ലാവരെയും കെട്ടിപ്പിടിക്കേണ്ടവരുടെ കൂട്ടത്തിലുള്ളതാണെന്നോ? അതെന്താ ആര് തള്ളിപ്പറയും? വെറുതെ വന്നിരുന്നങ്ങ് തള്ളല. എടാ, ഭീകരവാദികൾ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അതിന് ഉത്തരവാദി ചെയ്തവന് ശിക്ഷ കൊടുക്കണം. അതിനെന്തിനാണ് എല്ലാവരും കൂടെ തള്ളുന്നത്? ഇത് എവിടുത്തെ ന്യായമാണ്? ഇങ്ങനെയുള്ള കുറേ സംഗതികൾ പടച്ചു വെച്ചിട്ടുണ്ട്. മുസ്ലിം ഡോക്ടർമാരെല്ലാം അങ്ങ് ഭീകരവാദികൾ ഉണ്ടപ്പപ്പടമാക്കിയതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് തള്ളണം. എങ്ങോട്ട് തള്ളണം? ഇയാൾ അണ്ണാക്കി തള്ളണോ? നാണമില്ലാതെ വന്നിരുന്ന് അങ്ങ് പറഞ്ഞിരിക്കുക.